സിബിന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് വീട്ടിൽ പോകണം. മൈക്ക് പോലും ഇടുന്നില്ല. ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല. ക്യാപ്റ്റനായ ശ്രീതു പറയുന്നത് അനുസരിക്കുന്നില്ല. മാറിയിരിക്കുകയാണ്. ഒന്നും കഴിക്കുന്നില്ല. ഞാൻ ഇനിയൊന്നും ചെയ്യില്ല, ടാസ്ക് ചെയ്യില്ല, ഇവിടുത്തെ മറ്റു ജോലികളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ്. ഇതിനെ ഭയങ്കര മാസമായിട്ടൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. എനിക്കിത് മാസമായിട്ട് തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭീരുത്വമായിട്ടാണ് തോന്നിയത്. കാരണം തൻ്റെ ഗെയിം അവിടെ പൊട്ടി. മാത്രമല്ല തന്നെ അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തൻ്റെ ഗെയിം എന്താണെന്ന് പുറത്തേക്ക് വെളിപ്പെടുത്തി. തനിക്ക് ഇനി അവിടെ ഒരു ഗെയിം ഇല്ലെന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സിബിന് ജാസ്മിനുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല. ജാസ്മിന് മുന്നിൽ തോറ്റുപോയി എന്നൊരു ഫീലിംഗ് സിബിനുണ്ടായി. കാരണം സിബിൻ്റെ ഗെയിം അവിടെ വെളിപ്പെട്ടു. ആ ഒരു ദിവസം മൊത്തം വഴക്ക് കിട്ടി. സിബിൻ്റെ ഗെയിം മനസ്സിലായി. സിബിന് ജാസ്മിന് മുന്നിൽ നാണം കെടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഇത് സിബിനുണ്ട്. കാര്യം വേറൊരാളുടെ മുന്നിൽ വന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര വിഷമം ഉണ്ടാവുമെന്ന്. സിബിന് ജാസ്മിൻ്റെ മുന്നിൽ തോറ്റുപോയി എന്നൊരു തോന്നലാണ് ഇത്രയേറെ വിഷമം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നിയ കാര്യം. മനസ്സിലായോ? കാര്യം ജാസ്മിൻ്റെ കൂടെ ഇപ്പോൾ ടീമിനോട് വന്നു. അപ്പോൾ ജാസ്മിൻ്റെ കൂടെ ആ ഒരു റൂം ഷെയർ ചെയ്യണം, ആ ഗെയിം കളിക്കണം, അവരൊരുമിച്ചുള്ള അവരുടെ ടീം വർക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ സിബിന് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് വളരെയധികം നാണം കെടുത്തിയതാണ് ജാസ്മിന്. ആ ജാസ്മിൻ വന്ന് നിന്ന് ആശ്വസിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. കാര്യം എന്നിട്ട് താനപ്പം വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, പുറത്ത് നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. കാര്യം ജാസ്മിൻ ഇത്രയേറെ പറഞ്ഞിട്ട് പോലും ജാസ്മിൻ വന്ന് ആശ്വസിപ്പിക്കുന്നു. അപ്പം അതും തനിക്ക് പുറത്ത് നെഗറ്റീവാകും. ഇതൊക്കെ തോന്നൽ സിബിനുണ്ട്. അപ്പോൾ സിബിൻ എന്താ വിചാരിച്ചത്? ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാം. ജാസ്മിനും ഗബ്രിയും പുറത്ത് നെഗറ്റീവാണ്. അവർക്കെതിരെ ഫയർ ചെയ്താൽ പുറത്ത് പോസിറ്റീവ് ആകും. അപ്പോൾ എനിക്ക് ആ രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്ക് പോസിറ്റീവ് ആകുകയും ചെയ്യും. ഞാൻ ഈ ജാസ്മിനും ഗബ്രിയും പുറത്താക്കുകയും ചെയ്യാം. അപ്പോഴേക്കും ബാക്കിയുള്ളവരും തൻ്റെ ഭാഗത്തേക്ക് വരും. അതായത് സിബിൻ പറയുന്ന അണ്ടർലൈൻ ആയിരുന്നല്ലോ ബാക്കിയുള്ള എല്ലാവരും. സിബിൻ എന്തോ പറയുന്നു അത് കേട്ടായിരുന്നല്ലോ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എല്ലാവരും ഗെയിമിൽ പോകുമ്പോൾ തനിക്ക് അവിടെ രാജാവാകാമെന്ന് സ്വയം സിബിൻ വിചാരിച്ചു. പക്ഷേ അതെല്ലാം എട്ടാട്ട് മടക്കി ലാലേട്ടനും ബിഗ് ബോസ് കൈ കൊടുത്തു. കാര്യം ഗെയിം കളിക്കണം. ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും എതിരെ ആർക്കും വന്ന് ഗെയിം കളിക്കാം. കാര്യം ജാസ്മിനും ഗബ്രിയും പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അവരെ എന്തും പറഞ്ഞാൽ ചുമ്മാ നോക്കിയൊന്ന് വഴക്ക് പറയുകയോ ചെയ്താൽ മതി. ഒരു റീസൺ ഇല്ലാതെ വഴക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഗെയിമുകളൊക്കെ ആയിട്ട് വന്നൊരാൾക്ക് പിന്നീട് വേറെ ഗെയിമില്ല. ജാസ്മിനും ഗബ്രിക്കും അല്ലാതെ വേറെ ഗെയിം ഇല്ല. ആർക്കെതിരെ ഗെയിം കളിക്കും? ആർക്കെതിരെ കളിക്കാനില്ല. അതുകൊണ്ടാണ് ഇരുന്ന് കരയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വേറെ ഗെയിം കളിക്കാനില്ല, ആരോടൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ജാസ്മിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ വയ്യ. ജാസ്മിൻ്റെ മുന്നിൽ തോറ്റ് നാണം കെട്ടുപോയൊരവസ്ഥയും. അതാണ് ഇരുന്ന് കരയുന്നത്. ഇങ്ങനെ ഇരുന്ന് കരയുന്നതിനെ പിടിച്ച് പുറത്ത് തന്നെ ആക്കണം. കാര്യം ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തി. ഈ 6 എണ്ണം കയറി വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 6 പേര് കയറി വന്നു, വല്ല പ്രയോജനം ഉണ്ടായോ ആ ബേബി ഹൗസിൽ? വന്നപ്പോൾ എന്തോ ഒരു കൊട്ടും കുറവായിരുന്നു, ഒന്നുമില്ല. അപ്പോൾ അവനായി ശവമായ പോലത്തെ അവസ്ഥയാണിപ്പോൾ. പൂജ പുറത്തേക്ക് പോയി. ഇനി എന്തായാലും വരില്ല. കാര്യം പൂജയ്ക്ക് ഫിസിക്കലി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ടാസ്കൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നീടും ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുകൊണ്ട് പൂജ ഇനി വരാൻ പോകുന്നില്ല. സിബിനാണെങ്കിൽ ഇതാ കിടക്കുന്നു. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എന്നെ അപ്പോഴേ നെഞ്ചെ തെറിച്ച് കരയാൻ തുടങ്ങും. സായി ആണെങ്കിൽ ഭയങ്കര മൈൻഡ് ഗെയിമെന്നും പറഞ്ഞിട്ട് മാറിയിരുന്ന് കുശുമ്പും കുഞ്ഞായും പറയുന്നു. അഭിഷേക് ശ്രീകുമാർ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്, എനിക്കറിയില്ല വല്ലതും ചെയ്യുമെന്ന്. നമ്മുടെ അഭിഷേക് ജയദീപ് ആണെങ്കിൽ ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ ഉപ്പോട്ട് കറുപ്പിനുമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. നന്ദനയാണെങ്കിൽ വലിയ ഗെയിമറാണെന്നും പറഞ്ഞ് ചാടിത്തുള്ളി നടപ്പുണ്ട്. എനിക്കറിയില്ല ഇനി എന്താണ് ഇവരൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. സിബിനാണെങ്കിൽ എനിക്ക് നെഞ്ചത്തെറിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ പിടിച്ച് പുറത്താക്കി ചെയ്യേണ്ടത്. എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ സീസണിൽ നമ്മുടെ അഖിൽമാരൊക്കെ വന്നപ്പോൾ കട്ട നെഗറ്റീവായിട്ടാണ് ബേബി ഹൗസിലേക്ക് കയറി വരുന്നത്. അതിനകത്തുള്ളവർക്കും പുറത്ത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും അഖിൽമാരെ ഇഷ്ടമല്ലായിരുന്നു. ഒരൊറ്റ വീക്ക് കൊണ്ടാണ് അഖിൽ മാറി വരുന്നത്. ആ ഒരു വീക്കിൽ ബിഗ് ബോസും ലാലേട്ടനും ആ വീട്ടിലെ എല്ലാവരും അഖിൽമാരെ ടോർച്ചർ ചെയ്ത് ഇല്ലാതാക്കി. എന്നിട്ട് ആ മേശോട്ട് പിടിച്ച് നിന്നില്ലേ? ആ ഒരു 2 ദിവസം വിഷമമൊക്കെ ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്നില്ലേ? വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇമാര് പരിപാടി ഒന്നും ചെയ്തില്ലല്ലോ. അവിടെ നിന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കപ്പും കിട്ടി അല്ലേ? ഇതിപ്പോൾ എന്തായി കാണിക്കുന്നത്? ഇത്രയും പേരെ ആശ്വസിപ്പിക്കുന്നു. ആരും കുറ്റം പറയാൻ വരുന്നില്ല. അഖിലിൻ്റെ സ്ഥാനത്ത് അന്ന് ആ സമയത്ത് എല്ലാവരും കുറ്റമായിരുന്നു. അഖിലിനെ കാരണവന്മാർ ആരുടെ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിപ്പോൾ ഇവിടെ എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ജാസ്മിൻ വരെ വന്നിരുന്ന് ആശ്വാസം കൊടുക്കുന്നു. ഗബ്രിയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇനി എന്താണ്? എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ പേടിച്ച് മാറി ഇരുന്ന് കരയുന്നവരൊക്കെ പിടിച്ച് പുറത്താക്കുക തന്നെ വേണം അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.